വിശദമായി നോക്കാം. ക്രിസ്മസ് പുതുവത്സര ബമ്പർ ഒന്നാം സമ്മാനം കണ്ണൂർ ഇരിട്ടിയിൽ വിറ്റ ടിക്കറ്റിന് ഇരിട്ടി സ്വദേശി സത്യൻ വാങ്ങിയ 10 ടിക്കറ്റിൽ ഒന്നായ XD 387132 എന്ന ടിക്കറ്റിനാണ് 20 കോടിയുടെ ഒന്നാം സമ്മാനം ലഭിച്ചത്. മുത്തു ലോട്ടറി ഏജൻസിയുടെ ഇരിട്ടി ചക്കരക്കല്ലിലെ ശാഖയിലാണ് ടിക്കറ്റ് വിറ്റത്. ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ഭാഗ്യക്കുറിയുടെ ഒന്നാം സമ്മാനത്തിനായി നറുക്കെടുത്ത നമ്പർ XD 387132. ഈ വർഷത്തെ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ഭാഗ്യക്കുറിയുടെ ഒന്നാം സമ്മാനമായ 20 കോടി രൂപ സ്വന്തമാക്കിയിരിക്കുന്ന നമ്പർ XD 387132. സത്യം എന്നുള്ള പേര് മാത്രമേ നമുക്ക് അറിയൂ. ഒരു ബുക്ക് മാത്രം എടുത്തതാണ്. 24-ാം തീയതി ഒരു ബുക്ക് എടുത്തതാണ്. ഹോൾസെയിലായിട്ട് ബുക്ക് എടുത്തതാണ്. അതിനകത്ത് പഠിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി മനു ഭരത് നമുക്കൊപ്പം ചേരുകയാണ്. മനു, ഈ സത്യൻ ആരാണ് എന്നുള്ളതാണ് കേരളം ഇപ്പോൾ അന്വേഷിക്കുന്നത്. എന്തായാലും ഈ ലോട്ടറി ഏജന്റിനും സത്യൻ എന്ന പേരിലുള്ള ഒരാളാണ് ഈ ടിക്കറ്റ് എടുത്തത് എന്ന് മാത്രമേ അറിയുകയുള്ളൂ. എന്തായാലും ഇരിട്ടി സ്വദേശിയാണ് എന്ന് കരുതുന്നു, അല്ലേ? കേരളം ഈ ഭാഗ്യവാനെ തിരയുകയാണ്. ആരാണ് ഈ കോടീശ്വരൻ എന്ന് എല്ലാവരും ഉറ്റുനോക്കുകയാണ്. ഇതിൽ ഈ സത്യൻ ഇരിട്ടിക്കാരൻ ആണോ എന്ന കാര്യത്തിൽ പോലും ഇതുവരെ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. പക്ഷേ ഇരിട്ടിയിലുള്ള മുത്തു ഏജൻസിയുടെ ശാഖയിൽ നിന്നാണ് ഈ ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. ചക്കരക്കല്ല് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മുത്തു ഏജൻസിയുടെ ഇരിട്ടിയിലുള്ള ശാഖയിൽ നിന്നാണ് സത്യൻ ടിക്കറ്റ് എടുത്തത്. കഴിഞ്ഞ ജനുവരി 24-നാണ് ടിക്കറ്റ് എടുത്തത്. സ്ഥിരമായി ടിക്കറ്റ് എടുക്കുന്ന ആൾ അല്ല. അവിടെ സാധാരണഗതിയിൽ ആ ശാഖയിൽ സ്ഥിരമായി ടിക്കറ്റ് എടുക്കുന്ന നിരവധി ആളുകളുണ്ട്. പക്ഷേ സത്യൻ അങ്ങനെ സ്ഥിരമായി അവിടെ വന്ന് ടിക്കറ്റ് എടുക്കുന്ന ഒരാളല്ല. പക്ഷേ കഴിഞ്ഞ ജനുവരി 24-ന് സത്യൻ അവിടെ വരികയും 10 ടിക്കറ്റിൻ്റെ ഒരു ബുക്ക് വാങ്ങുകയും ചെയ്തു. പേര് സത്യൻ എന്ന് വെളിപ്പെടുത്തി അതിനുള്ള റെസീറ്റ് നൽകുകയും ചെയ്തു. അതിനപ്പുറത്തേക്ക് ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്ന ഈ സ്ഥാപനത്തിലെ ആളുകൾക്ക് സത്യനെ അങ്ങനെ വ്യക്തമായി പരിചയമൊന്നുമില്ല. മുഴുവൻ പേരും അറിയില്ല. അപ്പോൾ കേരളം ഇപ്പോൾ സ്വാഭാവികമായി സത്യൻ എവിടെ എന്ന് അന്വേഷിക്കുകയാണ്. ഇനി സത്യൻ എന്നത് സാധാരണ വിളിപ്പേരാണോ, ഇനി അങ്ങനെ സത്യനേശൻ, സത്യനാഥൻ, അങ്ങനെ കുറേ പേരുകളുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായും ഇതിലേതെങ്കിലും അങ്ങനെ എന്തെങ്കിലും പേരുകളാണോ എന്നതിലൊക്കെ ഇനി സ്ഥിരീകരണം വരാനുണ്ട്. ഏതായാലും സത്യൻ എന്ന ഒരു കോടീശ്വരൻ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ 24-ാം തീയതിയാണ് ഈ ടിക്കറ്റ് വാങ്ങിയത്. 20 കോടി രൂപയുടെ ടിക്കറ്റ് സത്യനാണ് ലഭിച്ചിരിക്കുന്നത്. വൈകാതെ തന്നെ സത്യൻ പുറത്തുവരും. XD 387132 എന്ന ടിക്കറ്റിനാണ് ഈ ഒന്നാം സമ്മാനം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സത്യൻ ആണ് ഈ ടിക്കറ്റ് വാങ്ങിച്ചത് എന്ന് ഏജൻസി ഉടമ അനീഷ് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ആര്യ. യെസ്, മനു ഭരത്താണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും സത്യനാണ് ആ ഭാഗ്യശാലി എന്നാണ് കരുതുന്നത്. എന്തായാലും സത്യനെ ഒന്ന് കാണാൻ കാത്തിരിക്കുകയാണ് കേരളം ഇപ്പോൾ. അമേരിക്കയിൽ നിന്ന് നാടുകടത്തപ്പെട്ട ഇന്ത്യൻ കുടിയേറ്റക്കാർ അമൃത്സറിൽ എത്തി. ഇവരെ സംബന്ധിക്കുന്ന പരിശോധനകൾ ഇന്ത്യൻ ഏജൻസികൾ ആരംഭിച്ചു. ടെക്സാസിൽ നിന്നുള്ള സൈനിക വിമാനം ഉച്ചകഴിഞ്ഞാണ് ശ്രീ ഗുരു രാംദാസ് ജി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങിയത്. അമേരിക്കയിൽ നിന്ന് നാടുകടത്തപ്പെട്ട ആദ്യ സംഘത്തിൽ 25 സ്ത്രീകളും 12 കുട്ടികളും 79 പുരുഷന്മാരുമാണ് ഉണ്ടായിരുന്നത്. സംഘത്തിൽ ഒരു 4 വയസ്സുകാരനും ഉൾപ്പെടുന്നു. ഗുജറാത്തിൽ നിന്നുള്ള 33 പേരും പഞ്ചാബിൽ നിന്നുള്ള 30 പേരും സംഘത്തിലുണ്ട്. 3 പേർ മഹാരാഷ്ട്രയിൽ നിന്നും 2 പേർ വീതം ഉത്തർപ്രദേശിൽ നിന്നും ചണ്ഡിഗഡിൽ നിന്നുമാണ്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ടെക്സസിലെ സാൻ ആന്റോണിയോയിൽ നിന്ന് പുറപ്പെട്ട വിമാനത്തിൽ 11 ക്രൂ അംഗങ്ങളും 45 സൈനിക ഉദ്യോഗസ്ഥരുമുണ്ടായിരുന്നു. തിരിച്ചെത്തിയ കുടിയേറ്റക്കാരെ സംബന്ധിച്ച് പരിശോധനകൾ തുടരുകയാണ്. ക്രിമിനൽ പശ്ചാത്തലമുള്ള കുടിയേറ്റക്കാരെ തുടർ നടപടികൾക്കായി തടങ്കൽ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് അധികൃതർ അറിയിച്ചു. പഞ്ചാബ് പോലീസും ഇന്റലിജൻസ് ബ്യൂറോയും സംയുക്തമായാണ് പരിശോധനകൾ നടത്തുന്നത്. ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാത്തവരെ വൈകാതെ വീടുകളിലേക്ക് പോകാൻ അനുവദിക്കും. തിരിച്ചെത്തിയവരെപ്പറ്റി ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളിലും പ്രത്യേക പരിശോധനകൾ നടക്കും. നാടുകടത്തപ്പെട്ടവർക്കായി പുനരധിവാസ ഫണ്ട് സ്വരൂപിക്കണമെന്ന് നോർത്ത് അമേരിക്കൻ പഞ്ചാബി അസോസിയേഷൻ പഞ്ചാബ് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സാധ്യമായ എല്ലാ സഹായവും നൽകുമെന്ന് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ ഉറപ്പു നൽകിയിട്ടുണ്ട്. ഇന്ത്യക്കാരുടെ കൈകളിൽ വിലങ്ങിട്ട് അപമാനിക്കുന്നതിന്റെ ചിത്രങ്ങൾ ദുഃഖിപ്പിക്കുന്നതാണ് എന്ന് കോൺഗ്രസ് നേതാവ് പവൻ ഖേര പറഞ്ഞു. അമേരിക്ക അതിർത്തി നിയമങ്ങൾ ശക്തമായി നടപ്പാക്കുകയും കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കുകയും അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കുകയും ചെയ്യുമെന്ന് ന്യൂഡൽഹിയിൽ US എംബസി പ്രസ്താവനയിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. പത്തനംതിട്ടയിൽ വിവാഹ സംഘത്തിന് നേരെ അതിക്രമം നടത്തിയ പോലീസുകാർക്കെതിരെ വകുപ്പുതല നടപടി. SI ജിനു അടക്കം 4 പോലീസുകാർക്ക് സസ്പെൻഷൻ. മർദ്ദനമേറ്റ സിതാരയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തതിന് പിന്നാലെയാണ് നടപടി. വാഹനം വഴിയരികിൽ നിർത്തി വിശ്രമിക്കുന്നതിനിടെയായിരുന്നു കോട്ടയം സ്വദേശികളെ പോലീസ് മർദ്ദിച്ചത്.
ജീപ്പിൽ നിന്ന് ഇറങ്ങിയ പാടെ കണ്ണിൽ കണ്ടവരെയെല്ലാം SI ജിനുവും സംഘവും പൊതിരെ തല്ലി. CCTV ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നതോടെ പോലീസിന് ന്യായീകരണമില്ലാതെയായി. ഇന്നലെ രാത്രി 11 മണിയോടെ പത്തനംതിട്ട അബാൻ ജംഗ്ഷനിലായിരുന്നു പോലീസിന്റെ അഴിഞ്ഞാട്ടം. വിവാഹ പാർട്ടി കഴിഞ്ഞു മടങ്ങി വരികയായിരുന്നു കോട്ടയം സ്വദേശികളായ 20 അംഗ സംഘം. വിശ്രമത്തിനായി ടെമ്പോ ട്രാവലർ വഴിയിൽ നിർത്തി. ഇതിൽ ചിലർ പുറത്തിറങ്ങി നിൽക്കുമ്പോഴാണ് സ്ഥലത്തെത്തിയ പത്തനംതിട്ട SIയും സംഘവും ലാത്തിച്ചാർജ് നടത്തിയത്. മറുവീട് കാണാൻ പോയതാ, അടൂര്, കൊല്ലം. പോയിട്ട് വന്നപ്പം എന്റെ വീട് പോന്നില്ല, അല്ല അതുമുങ്ങളം. അപ്പൊ ചേട്ടായി വരാനായിട്ട് താമസം, അവരെന്നെ ഇറക്കി വിട്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ചേട്ടായി വരാൻ താമസിച്ചത് കൊണ്ട് ഞങ്ങളവിടെ വണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ പിള്ളേർ കൊച്ചിന് മൂത്രം ഒഴിക്കണമെന്ന് പറഞ്ഞു അവളാണ് അങ്ങോട്ട് പോയി. അവനവിടെ സൈഡിൽ ചേർന്ന് നിൽക്കുകയായിരുന്നു. ഇവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന് ഒന്നര അങ്ങ് അടിച്ചു. മുണ്ടക്കയം സ്വദേശി സിത്താര, ഭർത്താവ് ശ്രീജിത്ത്, ബന്ധു ഷിജിൻ എന്നിവർക്ക് പരിക്കേറ്റു. വാഹനത്തിന് പുറത്തുനിന്ന മറ്റുള്ളവർക്കും അടികിട്ടി. പരിക്കേറ്റവർ സ്വന്തം വാഹനത്തിലാണ് ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ഒരു പ്രകോപനം കേട്ട ഒരു വണ്ടി പോലീസ് ഇങ്ങോട്ട് വരുന്നു. വന്നു കഴിഞ്ഞാൽ അതിങ്ങനെ ലാത്തി എടുത്ത് അടിക്കാൻ തുടങ്ങി. അപ്പൊ ഞങ്ങള് സംസാരിക്കുന്നുണ്ട്, എന്താണെന്ന് പോലും ഞങ്ങൾക്ക് സംസാരിക്കാൻ ടൈം കിട്ടുന്നില്ല. ബാറിന് മുന്നിൽ ചിലർ പ്രശ്നമുണ്ടാക്കുന്നുവെന്ന വിവരം ലഭിച്ചതായും അവരെ നേരിടാനാണ് പോലീസ് സംഘം സ്ഥലത്തെത്തിയതെന്നുമാണ് ഔദ്യോഗിക വിശദീകരണം. എന്നാൽ പ്രശ്നമുണ്ടാക്കിയത് ആരാണെന്ന് പോലും അന്വേഷിക്കാതെ പൊതിരെ തല്ലിയത് എന്തിനെന്ന ചോദ്യത്തിന് പോലീസിന് മറുപടിയില്ല. പരിക്കേറ്റവരുടെ മൊഴിയിൽ SI ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്തെത്തി. ഉച്ചയോടെ SI S ജിനുവിനെ SP ഓഫീസിലേക്ക് സ്ഥലം മാറ്റി. പിന്നാലെ നടപടി പോരെന്ന് വിമർശിച്ച സിത്താരയും ജിഷ്ണുവും രംഗത്തെത്തി. അതിക്രമിക്കാൻ അത്രയും പറ്റുമെന്നുള്ളൊരു വിചാരം കൂടി ഉണ്ടാവാതില്ല എന്നില്ലല്ലോ. അപ്പം തീർച്ചയായിട്ടും ആ ഒരു നിയമം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു നടപടി തന്നെ എടുക്കുന്നതായിരിക്കും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എവിടെ വേണമെങ്കിലും തല്ലാന്നുള്ളൊരു ബോധമാണെന്ന് തോന്നുന്നു ഇവർക്കൊക്കെ. അല്ല, ഇവരൊക്കെ യൂണിഫോത്തിൽ പോലും അല്ല, വലിയ മദ്യലഹരിയിലാണെന്ന് പോലും അറിയത്തില്ല. ഞങ്ങൾക്ക് യാതൊരു പരിഗണന പോലും തന്നില്ല. സ്ത്രീ ഉണ്ടായിരുന്ന ഒരു പരിഗണന പോലും അവർ തന്നില്ല. എന്നെ ഇവിടെ നിലച്ചിട്ട് അവർ അടിക്കുമായിരുന്നു. ഇതോടെയാണ് SIയെയും 3 പോലീസ് ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തത്. DIG അജിത ബീഗമാണ് സസ്പെൻഷൻ ഉത്തരവിട്ടത്. ന്യൂസ് 18 പത്തനംതിട്ട.